കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അമ്പാടിക്ക് ചെറിയൊരു ജലദോഷം, ഒരു ചുമയും 2-3 ദിവസം നമ്മുടേതായ മരുന്നുകളൊക്കെ കൊടുത്തു നോക്കി. ചുമയ്ക്കൊരു മാറ്റമില്ല. അപ്പം ഇനി വെച്ചിരുന്ന് ഇൻഫെക്ഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് കൈനാട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ, കൽപ്പറ്റ. അപ്പോൾ കുട്ടാട്ടൻ്റെ കൂടെ രാവിലെ പോവാം. രാവിലെ ഒന്നുമല്ല, 10-11 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടാട്ടൻ പറഞ്ഞു, ഞാൻ അവിടെ ഇറക്കി വിടാം, ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെ കൈനാട്ടിയിൽ കുട്ടാട്ട ഇറക്കി വിട്ടു. പിന്നെ ഇതേ നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കണതാണ് കേട്ടോ. വലിയ ക്യൂ ആയിരുന്നു. അവരുടെ സിസ്റ്റം എന്തോ കംപ്ലൈൻ്റ് ആണ്, ഹാങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് 11 മണിക്ക് നമ്മൾ ക്യൂ നിന്നിട്ട് 12:45 OP ടിക്കറ്റ് കിട്ടാൻ. പിന്നെ ഡോക്ടറുടെ നമ്പർ 111 ആയിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടർ ചെറിയ രീതിയിലൊരു ആൻറ്റിബയോട്ടിക് ഒരു നേരം കൊടുക്കാനും പിന്നെ പനിയുടെ മരുന്ന്, ചുമയുടെ മരുന്ന്, ജലദോഷത്തിൻ്റെ മരുന്ന് എഴുതി കേട്ടോ. മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടാട്ടനെ വിളിച്ചപ്പോൾ കുട്ടാട്ടൻ കൽപ്പറ്റയാണ്, ഞാനിപ്പോൾ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. കുട്ടാട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറിയതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ അമ്പാടി ഓരോ ബൂസ്റ്റ് പറഞ്ഞു, പിന്നെ 2 ചിക്കൻ റോളും പറഞ്ഞു കേട്ടോ. അമ്പാടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ രാവിലെ ഒരു പഴമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, നേന്ത്രപ്പഴം പുഴുങ്ങിയത്. അങ്ങനെ തന്നെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റോൾ അത്ര വലിയ രസമൊന്നുമില്ല, എന്നാലും വിശപ്പിൻ്റെ ആ ഒരു ഇനം കൊണ്ട് കഴിച്ചു എന്ന് മാത്രം. കുട്ടാട്ടൻ ഒരു കട്ടൻ ചായയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും വാങ്ങണ്ടേന്ന് വെച്ചിട്ട് അവനൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങളെ ബസ് കയറ്റി തരാതിരിക്കുകയാണ് കുട്ടാട്ടൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.